നാം അറിയാതെ ശ്രദ്ധിക്കാതെ പല വഴികളിലൂടെയും ദാരിദ്ര്യം നമ്മിലേക്ക് എത്തിപ്പെടാറുണ്ട്. അങ്ങനെ ദാരിദ്ര്യം എത്തിപ്പെടുന്ന ചില വഴികളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉണർത്തുന്നത്. വീഡിയോ കണ്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്തരം സ്വഭാവങ്ങൾ മാറ്റി നല്ല സൽക്കർമ്മങ്ങളിലൂടെ ദാരിദ്ര്യത്തെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മിൽ നിന്ന് നിർമാർജനം ചെയ്യാൻ കഴിയും. അതിനുപകരിക്കുന്ന അറിവുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. മറ്റുള്ളവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. പല ആളുകളും പല വിഷമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ശാരീരികമായിരിക്കുന്ന പ്രയാസങ്ങൾ, വീട്ടിൽ എന്നും അസ്വസ്ഥതയാണ്. ഭാര്യയും ഭർത്താവും മക്കളും ഉപ്പയും ഉമ്മയും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളാണ്. എന്നും രോഗമാണ്. ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ് വീട്ടിലുള്ളത് എന്നൊക്കെ പരാതി പറയുന്ന പല ആളുകളുമുണ്ട്. പലപ്പോഴും ഇതിനൊക്കെ കാരണമാകുന്നത് നാം ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുമാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നാം ഒഴിവാക്കുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് നാം കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ സമാധാന അന്തരീക്ഷമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ജീവിതത്തിലേക്ക് നല്ല റാഹത്തുണ്ടാകും. അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ ദൂരീകരിച്ച് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നാം പ്രത്യേകമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി വീട്ടിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാവുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള നാം ദുആ ചെയ്യുന്ന പ്രാർത്ഥന. സ്ക്രീനിൽ കാണുന്ന ആ പ്രാർത്ഥന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന മനോഹരമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന റബ്ബന ഗ്ഫിർലി വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന നാം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. 5 വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം നാം ദുആ ചെയ്യുക. രണ്ടാമതായി കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നാം ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യാത്ത വീട് അത് പിശാചിന്റെ കേന്ദ്രമാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ഖുർആൻ ഓതാത്ത വീടാണെങ്കിൽ ആ വീട്ടിലെപ്പോഴും പിശാചിന്റെ ശൈത്വാനിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും തന്മൂലം നമ്മുടെ വീട്ടിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ബറക്കത്ത് നഷ്ടപ്പെടുമ്പോൾ അവിടേക്ക് ദാരിദ്ര്യം വന്നു ചേരും. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പ്രധാനമായും നാം ഖുർആൻ ഓത്ത് വീട്ടിൽ വെച്ച് അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമതായി കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീടും പരിസരവും നാം നല്ലവണ്ണം വൃത്തിയാക്കിയിരിക്കണം. എല്ലാ സമയത്തും വീടും പരിസരവും നാം വൃത്തിയാക്കിയിരിക്കണം. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് നമ്മുടെ വീട് ഉള്ളതെങ്കിൽ ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല. റഹ്മത്തിന്റെ മലക്കുകൾക്ക് ചീഞ്ഞ വാസനയോട് ദേഷ്യമാണ്, വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ ദുർഗന്ധം വമിക്കാതിരിക്കാൻ വേണ്ടി നാം വളരെയധികം ശ്രദ്ധിക്കുകയും വീട്ടിൽ നല്ല സുഗന്ധം പുകയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ വീട്ടിൽ നല്ല സമാധാനമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, റാഹത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമതായി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീടിന്റെ ജനവാതിലിലും അതുപോലെ തന്നെ വാതിലിന്റെ മൂലയിലും വീടിന്റെ ടെറസിനും മൂലയിലുമൊക്കെ മാറാല കെട്ടിക്കിടപ്പുണ്ടാകും. ചില സ്ഥലത്ത് മണ്ണാമ്പില എന്ന് പറയും, പല പേരിലും പറയപ്പെടുന്ന മാറാല. ആ മാറാല നാം നമ്മുടെ വീട്ടിൽ നിന്ന്
തട്ടി ഒഴിവാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. ആ മാറാല നമ്മുടെ വീട്ടിൽ നിന്ന് തട്ടി എപ്പോഴും വൃത്തിയാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അത് മാറാല കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അതൊരു ഐശ്വര്യക്കേടാണ്. തന്മൂലം നമ്മിലേക്ക് ദാരിദ്ര്യം കടന്നു വരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം രാത്രിയിൽ അടിച്ചു വാരുക എന്നുള്ളതാണ്. പല വീടുകളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. രാത്രി മക്കളെല്ലാവരും ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ എല്ലായിടത്തും വീണിട്ടുണ്ടാകും. അതെല്ലാം എടുത്ത് അടിച്ചു വാരി കളയുന്ന ഒരവസ്ഥ. ഇത് നിത്യം ദിനേന തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്മൂലം നമ്മിലേക്ക് ദാരിദ്ര്യം വന്നു ചേരാൻ കാരണമായി തീരും. അതുകൊണ്ട് തന്നെ അതെല്ലാം പൊറുക്കിയെടുത്തുകൊണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അതുപോലെ തന്നെ ദാരിദ്ര്യം വന്നു ചേരുന്ന ഒരുപാട് വഴികൾ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വഴികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ദാരിദ്ര്യം വരാതെ സന്തോഷവും സമാധാനവും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ നാം കണ്ടെത്തുകയും നമ്മുടെ വീട്ടിൽ നല്ല സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുമ്പോൾ നമുക്ക് ബറക്കത്ത് ലഭിക്കും, നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കും, രോഗങ്ങൾ കുറയും, വീട്ടിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീർന്നു കിട്ടും. അല്ലാഹു തആല എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. വീട്ടില് നല്ല ഖുർആൻ പാരായണവും ദിക്റുകളും ഹദ്ദാദ് റാത്തീബുകളും ഒക്കെ പതിവാക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പിശാച് ഒഴിഞ്ഞു പോവുകയും അത് കാരണമായി കൊണ്ട് തന്നെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല സമാധാനവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകും. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹീങ്ങളായിരിക്കുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് പല സമയങ്ങളിലായി ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല തീർത്തു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ പരീക്ഷയ്ക്കാണ് വരുന്നത്. മക്കളുടെ പരീക്ഷ എളുപ്പമാവാനും ഓർമ്മശക്തി വർദ്ധിക്കാനും ഉപകരിക്കുന്ന ഒരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാണാത്ത ആളുകൾ ആ വീഡിയോ ഒന്ന് കാണുകയും അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മക്കളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വികസിപ്പിക്കുകയും പരീക്ഷയിൽ നല്ല ഉന്നത വിജയം നേടാൻ മക്കൾക്ക് സാധിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക. ഈ വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.